السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, ഇന്ന് ജൂൺ 19 വായനാ ദിനമാണല്ലോ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വായനക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. പരിശുദ്ധ ഖുർആൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്തത് വായിക്കുക എന്ന വചനമാണ്. ഇഖ്റ, നബിയെ തങ്ങൾ വായിക്കുക. അങ്ങ് ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ കടന്നു വന്ന് ആ മാലാഖ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഇഖ്റ. നബി തങ്ങൾ പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് ഓതാനറിയില്ല. 3 തവണ അങ്ങനെ പറഞ്ഞു. ജിബ്രീൽ അലൈഹി ഇസ്ലാം മാലാഖ മുത്തുനബിയെ കെട്ടിപ്പിടിച്ചു. 3ാമത്തെ തവണ കെട്ടിപ്പിടിച്ച് വിട്ടതിന് ശേഷം പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, തങ്ങളെ സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ തങ്ങൾ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്നാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇഖ്റ വറബ്ബുക്കൽ അക്രം, അവൻ ഉന്നതനായ അള്ളാഹുവാണ്, അവൻ്റെ നാമത്തിൽ വായിക്കുക. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണവൻ. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനറിയാത്തതൊക്കെ പഠിപ്പിച്ചു കൊടുത്തവൻ അവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ ഇഖ്റ, വായിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ ആദ്യമായി നബി തങ്ങളോട് പറഞ്ഞത്. വായനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇസ്ലാമിലെ വായന നല്ല കാര്യങ്ങൾ വായിക്കുക, നല്ല കാര്യങ്ങൾ വായിച്ച് അത് ശീലമാക്കുക. ചീത്ത കാര്യങ്ങൾ വായിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നല്ല കാര്യങ്ങൾ വായിച്ച് പഠിക്കുക. അതോടുകൂടി നമ്മുടെ വിശ്വാസം വളർത്തിക്കൊണ്ടുവന്ന് നാം സഹജീവികൾക്കും മറ്റുമൊക്കെ നല്ല ഗുണമായി, അവർക്ക് സഹായമായി നമ്മൾ വർത്തിക്കുക. അതുപോലെ വായനക്ക് പ്രതിഫലവും വിശുദ്ധ ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അലിഫ് ലാം മീം എന്ന് ഒരു വ്യക്തി ഓതിക്കഴിഞ്ഞാൽ അവന് 3 പ്രതിഫലം 30 പ്രതിഫലം കിട്ടുകയാണ്. അലിഫ് എന്ന് പറയുന്ന ഒരു അക്ഷരം പറയുമ്പോൾ 10 പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ലാം എന്ന് പറയുമ്പോൾ 10 വേറെയും, മീം എന്ന് പറയുമ്പോൾ വീണ്ടും 10 വാഗ്ദാനം ചെയ്യുന്നു. ഇങ്ങനെ അലിഫ് ലാം മീം എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നൊരാൾ ഓതിയാൽ, പാരായണം ചെയ്താൽ, വായിച്ചാൽ അവന് 30 ഹസനത്ത്, 30 നന്മ ലഭിക്കും. ഇങ്ങനെ ഒരു നന്മ ലഭിക്കുന്നത് വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ വായിക്കുക, വായിച്ച് വളരുക, വായിച്ച് പഠിക്കുക, വായന നമ്മുടെ ശീലമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.